നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന PSC 2021 മുതൽ 26 വരെ ചോദിച്ചിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യാണ്. ആരെ കൊടുത്തിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാതിരുന്നത് ആരാണ്? നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗം അല്ലായിരുന്നു. അപ്പം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളെ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അതുപോലെ മറ്റ് അംഗങ്ങളുടെ പേരും പഠിച്ചു വെക്കണം. KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, പിന്നെ BL മിത്തല്, N മാധവറാവു രാജിവെച്ചതിന് ശേഷം അദ്ദേഹം വന്നത് BL മിത്തർ, പിന്നെ DP ഖേത്താൻ. TT കൃഷ്ണമാചാര്യയുടെ മരണശേഷമാണ് DP ഖേത്താൻ കമ്മിറ്റിയിൽ അംഗമായത്. അപ്പം അംഗങ്ങൾ ആരൊക്കെയാണ്? ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അതുപോലെ KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, BL മിത്തല്, പിന്നെ DP ഖേത്താൻ. അതുപോലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിച്ചത് എന്നാണെന്നും പഠിച്ചു വെക്കണം, വർഷം പഠിച്ചു വെക്കണം. 1947 ഓഗസ്റ്റ് 29. 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. അതുപോലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണവും പഠിച്ചു വെക്കണം, 7 പേരായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനയുടെ ഏത് അമെൻമെന്റ് വഴിയാണ് ആർട്ടിക്കിൾ 300A കൊണ്ടുവന്നത്? ഭരണഘടനയുടെ ഏത് അമെൻമെന്റ് വഴിയാണ് ആർട്ടിക്കിൾ 300A കൊണ്ടുവന്നത്? ആൻസർ ഓപ്ഷൻ B ആണ്. 44ാമത്തെ അമെൻമെന്റ് ആണ്. ഈ 44ാമത്തെ അമെൻമെന്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. 44ാം അമെൻമെന്റുമായിട്ട് പഠിച്ചു വെക്കേണ്ടത് 44ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി എന്ന് പഠിച്ചു വെക്കണം. 44ാമത്തെ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി. അതുപോലെ രാഷ്ട്രപതി, അപ്പോഴത്തെ രാഷ്ട്രപതി ആരായിരുന്നു? നീലം സഞ്ജീവ് റെഡ്ഡിയാണ്. പഠിച്ചു നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. 44ാമത്തെ ഭേദഗതി പാർലമെന്റിൽ പാസ്സായ വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്. 1978 സ്വത്തവകാശത്തെ നമ്മുടെ മൗലിക അവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി. ഈ ക്വസ്റ്റ്യൻ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. നമ്മുടെ സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 44ാം ഭേദഗതിയാണ്. സ്വത്തവകാശത്തെ 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് എവിടെയാണ്? 12ാം ഭാഗത്തിലാണ് കൂട്ടിച്ചേർത്ത വകുപ്പ് എത്രയാണിപ്പം? 300A ആണ്. 300A. എത്രാമത്തെ ഭാഗമാണിപ്പം? 12ാമത്തെ ഭാഗത്തിലാണ് 44ാം ഭേദഗതി വഴി സ്വത്തവകാശത്തെ കൂട്ടിച്ചേർത്തത്. അപ്പം 44ാം ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ഇത്രയൊക്കെ പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ B ആണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? ശമ്പളത്തിലും മറ്റ് ആനുകൂല്യങ്ങളിലുമുള്ള കുറവ്, സാമ്പത്തിക ബില്ലുകൾ രാഷ്ട്രപതിയുടെ അനുമതിക്കായിട്ട് മാറ്റിവെക്കപ്പെടും, പിന്നെ ന്യായാധിപരുടെ ശമ്പളത്തിലുള്ള കുറവ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് 1949 മുന്നോട്ട് വെച്ച ആമുഖത്തിൽ ഇല്ലായിരുന്നത് ഏതായിരുന്നു? സെക്യുലറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന വാക്ക് നമ്മുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 42. ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ് മതേതരത്വം എന്ന വാക്ക് നമ്മുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 42ാം ഭേദഗതിയാണ്. 42ാം ഭേദഗതി ഇമ്പോർട്ടൻ്റ് ആണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാലും 42ാം ഭേദഗതി എഴുതണം. പിന്നെ അതുപോലെ തന്നെ 42ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയായിരുന്നു. അതുപോലെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി ആയിരുന്നു പ്രസിഡന്റ്. പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ വഴിയാണ്
42ാം ഭേദഗതി വന്നത്. 42ാം ഭേദഗതി വന്നത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ 42ാം ഭേദഗതിയാണ്. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മുടെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് ആക്കിയത്. ഇത് മതേതരത്വം മാത്രമാണ് വാക്ക് പറഞ്ഞിരിക്കുന്നത്. എങ്ങനാക്കി? പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് ആക്കി. അതുപോലെ തന്നെ രാഷ്ട്രത്തിന്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡത എന്ന് ആക്കി. പഠിച്ചു വെക്കുക. പാസാക്കിയ വർഷം 1976 നിലവിൽ വന്നതെന്നാണ് 1977 ജനുവരി 3 ഇതൊക്കെ SCRTയിലുള്ള ഫാക്റ്റാണ്. അതുകൊണ്ടാണ് പറയുന്നത്. പഠിച്ചു വെക്കുക. പാസാക്കിയത് 1976 നിലവിൽ വന്നത് 1977 ജനുവരി 3 പഠിച്ചു വെക്കുക. 42ാം ഭരണഘടനാ ഭേദഗതി വഴി ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്ക് ഒരെണ്ണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, മതേതരത്വം. പിന്നെ ഏതൊക്കെയാണ്? സ്ഥിതി സമത്വം, അഖണ്ഡത. ഏതൊക്കെയാണ്? സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത. സ്ഥിതി സമത്വം എന്ന് പറയുന്നതാണ് സോഷ്യലിസം. മതേതരത്വം സെക്യുലർ, അഖണ്ഡത ഇന്റഗ്രിറ്റി. എന്തൊക്കെയാണ്? സോഷ്യലിസം, സെക്യുലർ, ഇന്റഗ്രിറ്റി. ഈ 3 വാക്കാണ് ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ സോഷ്യലിസം എന്ന പദം സൂചിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ്. സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകളിലെ മാത്രം ദേശസാൽക്കരിക്കുകയും സ്വകാര്യ സ്വത്ത് വിനിയോഗിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുക. അതാണ് സോഷ്യലിസം എന്ന പദം സൂചിപ്പിക്കുന്നത്. അടുത്തത് അഖിലേന്ത്യാ സർവീസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത് UPSC ആണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരാണ് അംഗീകാരം നൽകുന്നത്? ഇലക്ഷൻ കമ്മീഷനാണ്. ഒരു പൊതു ഉദ്യോഗസ്ഥൻ തന്റെ ചുമതലകൾ നിർവഹിക്കാൻ വിസമ്മതിക്കുമ്പോൾ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന കമാൻഡ് ഏതാണ്? മാൻഡമസ് ആണ്. ഒരു പൊതു ഉദ്യോഗസ്ഥൻ തന്റെ ചുമതലകൾ നിർവഹിക്കാൻ വിസമ്മതിക്കുമ്പോൾ സുപ്രീം കോടതിയോ ഹൈക്കോടതിക്കോ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. നമ്മൾ റിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. കാണാത്തവർ ആ വീഡിയോ കാണുക. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് പാർലമെന്റിനും സംസ്ഥാന നിയമസഭയ്ക്കും ഇടയിൽ നികുതി ഉൾപ്പെടെയുള്ള നിയമനിർമ്മാണ അധികാരങ്ങൾ അനുവദിക്കുന്നത്? ഏതാണ്? ആർട്ടിക്കിൾ 246. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് പാർലമെന്റിനും സംസ്ഥാന നിയമസഭയ്ക്കും ഇടയിൽ നികുതി ഉൾപ്പെടെയുള്ള നിയമനിർമ്മാണ അധികാരങ്ങൾ അനുവദിക്കുന്ന? ആർട്ടിക്കിൾ 242. ആർട്ടിക്കിൾ 246. ആർട്ടിക്കിൾ 246. അടുത്ത്, കൂറുമാറ്റത്തിന്റെ പേരിൽ പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ അയോഗ്യരാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വ്യവസ്ഥ ഏത് ഷെഡ്യൂളിലാണ്? 10ാം ഷെഡ്യൂളിലാണ്. കൂറുമാറ്റ നിരോധനം വരുന്നത് 10ാം ഷെഡ്യൂളിലാണ്. നിയമസഭയുടെ ഇരുസഭകളും പാസാക്കിയ ബില്ലിന് മേൽ ഒരു നടപടിയും സ്വീകരിക്കേണ്ടതില്ലെന്ന് ഇന്ത്യൻ രാഷ്ട്രപതി തീരുമാനിക്കുമ്പോൾ അത് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പോക്കറ്റ് വീറ്റോ. അടുത്ത, താഴെ പറയുന്നവയിൽ പൗരന്മാർക്കും വിദേശികൾക്കും ലഭ്യമായ മൗലിക അവകാശം ഏതാണ്? നിയമത്തിന് മുന്നിൽ തുല്യതയും നിയമങ്ങളുടെ തുല്യ സംരക്ഷണവും. പൗരന്മാർക്കും വിദേശികൾക്കും ലഭ്യമായ മൗലികാവകാശം ഏതാണ്? നിയമത്തിന് മുന്നിൽ തുല്യത, അതുപോലെ നിയമങ്ങളുടെ തുല്യ സംരക്ഷണം. താഴെ പറയുന്നവയിൽ ഏതാണ് റിട്ടുകളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത് ഏതാണ്? ഇഞ്ചക്ഷനാണ്. അടുത്തത്, 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഉറപ്പു നൽകുന്നത്? ആൻസർ ഓപ്ഷൻ പി ആണ്. 21A ആണ്. 6 മുതൽ 14 വയസ്സുവരെയുള്ളവർക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം ആർട്ടിക്കിൾ അതാണ്. 21A ആണ്. ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കാവുന്നത് ആർക്കെതിരെയാണ്? സ്വകാര്യ വ്യക്തികളും പൊതു അധികാരികളും. ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കുന്ന ആർക്കെതിരെയാണ്? സ്വകാര്യ വ്യക്തികളും അതുപോലെ പൊതു അധികാരികൾക്കും. ഹേബിയസ് കോർപ്പസ് റിട്ട് പിടിപ്പിക്കാവുന്നത് ആർക്കെതിരെയാണ്?
സ്വകാര്യ വ്യക്തികളും പൊതു അധികാരികളും. അടുത്തത് ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർപെടുത്തുന്നത് ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ ഏതാണ്? ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർപെടുത്തുന്ന ഉറപ്പ് നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 50 ആർട്ടിക്കിൾ 50 പഠിച്ചു വെക്കുക. ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർപെടുത്തുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 50. സംസ്ഥാന നയത്തിന്റെ മൗലിക അവകാശങ്ങളും മാർഗനിർദ്ദേശ തത്വങ്ങളും ഭരണഘടനയുടെ മനസാക്ഷിയെ രൂപപ്പെടുത്തിയെന്ന് ജസ്റ്റിസ് KS ഹെഗ്ഡെ നിരീക്ഷിച്ചത് താഴെ പറയുന്ന ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയിലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ്. ന്യൂനപക്ഷങ്ങൾക്ക് ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാം, അതുപോലെ ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം. അതിൻ്റെ ആർട്ടിക്കിൾ വരുന്നത് 29ഉം 30ഉമാണ്. ന്യൂനപക്ഷങ്ങൾക്ക് ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാം, പിന്നെ ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം. ആർട്ടിക്കിൾ വരുന്നത് 29ഉം 30ഉമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ ചേർക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ഭരണഘടനയിൽ 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദമാണ് മൗലിക അവകാശം പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. മൗലിക അവകാശം വരുന്ന ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെയാണ്. 12 തൊട്ട് 35 വരെയാണ് മൗലിക അവകാശത്തിന്റെ ആർട്ടിക്കിൾ വരുന്നത്. അതുപോലെ നിർദ്ദേശ തത്വത്തിന്റെ വരുന്നത് 36 തൊട്ട് 51 വരെയാണ്. 36 തൊട്ട് 51 വരെ വരുന്ന ഏതാണ്? നിർദ്ദേശ തത്വത്തിന്റെ ആർട്ടിക്കിളാണ്. അതുപോലെ മൗലിക അവകാശത്തിൽ വരുന്ന ഭാഗം ഏതാണ്? ഭാഗം 3ലാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതും പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ അനുച്ഛേദം 300A പ്രകാരം സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. സ്വത്തവകാശം നിയമാവകാശമാണ്. ആർട്ടിക്കിൾ ഏതാണ്? 300A ആണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കാര്യനിർവഹണ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ട് വരുന്നത്. പാർലമെന്ററി സമ്പ്രദായത്തിൽ പ്രധാനമന്ത്രിയാണ് ഗവൺമെന്റിന്റെ തലവൻ. ഗവൺമെന്റിന്റെ തലവൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിലെ പ്രസിഡന്റാണ് ഗവൺമെന്റിന്റെ സ്റ്റേറ്റിന്റെ തലവൻ. പാർലമെന്ററി സമ്പ്രദായത്തിലെ പ്രധാനമന്ത്രിയാണ് ഗവൺമെന്റിന്റെ തലവൻ. അതുപോലെ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ എങ്ങനെയാണ്? ഗവൺമെന്റിന്റെ സ്റ്റേറ്റിന്റെ തലവൻ പ്രസിഡന്റാണ്. വ്യത്യാസം പഠിച്ചു നോക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് NCERTയിലെ ചാപ്റ്ററാണ്. കാര്യനിർവഹണ വിഭാഗം എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്, നമുക്ക് അതൊന്ന് നോക്കാം. ഭരണനിർവഹണത്തിന്റെ കാലയളവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എക്സിക്യൂട്ടീവിനെ നമുക്ക് കാര്യനിർവഹണ വിഭാഗത്തെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. എങ്ങനെയൊക്കെയാണ്? രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം, അതുപോലെ സ്ഥിര കാര്യനിർവഹണ വിഭാഗം. നമുക്ക് കാര്യനിർവഹണ വിഭാഗത്തെ 2ആയിട്ട് തിരിക്കാം. രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്നും സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്നും. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് കാര്യനിർവഹണ വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരല്ലാത്ത വിഭാഗങ്ങളെയാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് വിളിക്കുന്നത്. കാര്യനിർവഹണ വിഭാഗത്തിൽ നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരല്ലാത്ത വിഭാഗത്തെയാണ് നമ്മൾ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് വിളിക്കുന്നത്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവിനെ നമ്മൾ തെരഞ്ഞെടുപ്പിലൂടെയാണ് കണ്ടെത്തുന്നത്. പാരമ്പര്യമായും എക്സിക്യൂട്ടീവിനെ കണ്ടെത്താറുള്ളത്. എക്സാമ്പിൾ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മന്ത്രിമാരൊക്കെയാണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൽ വരുന്നത്. അടുത്തത് സ്ഥിരം കാര്യനിർവഹണ വിഭാഗം, പെർമനന്റ് എക്സിക്യൂട്ടീവ്. രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥരെയാണ്. രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥരാണ് സ്ഥിരം കാര്യനിർവഹണ വിഭാഗം എന്ന് വിളിക്കുന്നത്. പെൻഷൻ പ്രായം എത്തുന്നതുവരെ അവർ അധികാരത്തിൽ തുടരുന്നു. സ്ഥിരം കാര്യനിർവഹണ വിഭാഗത്തെ നമ്മൾ മത്സര പരീക്ഷകളിലൂടെയാണ് തിരഞ്ഞെടുക്കുക. നമ്മൾ PSCയുടെ കാര്യം ഓർത്താൽ മതി. ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് മുതൽ ഉയർന്ന സർവീസ് IAS IPS ജീവനക്കാരാണ് സ്ഥിരം കാര്യനിർവഹണ വിഭാഗത്തിൽ വരുന്നത്. പഠിച്ചു വെക്കുക. കാര്യനിർവഹണ വിഭാഗം എക്സിക്യൂട്ടീവിനെ 2ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവും പെർമനന്റ് എക്സിക്യൂട്ടീവും. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൽ വരുന്നതാണ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മന്ത്രിമാരൊക്കെ. സ്ഥിരം എക്സിക്യൂട്ടീവ് അതിൽ വരുന്നതാണ് എക്സാം എഴുതി ജോലിയിൽ പ്രവേശിക്കുന്നത്. LGS മുതൽ IAS IPS വരെയുള്ള ജീവനക്കാരാണ് സ്ഥിരം കാര്യനിർവഹണ വിഭാഗത്തിൽ വരുന്നത്.
അടുത്തിവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും ഒരേ തരത്തിലുള്ള എക്സിക്യൂട്ടീവാണ് പ്രവർത്തിക്കുന്നത്. അല്ല, വിവിധ രാജ്യങ്ങളിൽ വിവിധ തരം എക്സിക്യൂട്ടീവാണ് കാണപ്പെടുന്നത്. നമ്മളിപ്പം ക്വസ്റ്റ്യൻ കണ്ടത് പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തെക്കുറിച്ചും പിന്നെ പാർലമെന്ററി സമ്പ്രദായത്തെക്കുറിച്ചുമാണ്. അതിന്റെ എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം. പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡന്റാണ് രാഷ്ട്രത്തലവൻ. പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡന്റാണ് രാഷ്ട്രത്തലവൻ. അതുപോലെ യഥാർത്ഥ ഭരണാധികാരി. തത്വത്തിലും പ്രയോഗത്തിലും പ്രസിഡന്റിന് വളരെ വിപുലമായിട്ടുള്ള അധികാരമുണ്ട്. പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിന് ഏറ്റവും നല്ല ഉദാഹരണം അമേരിക്കൻ ഭരണ സമ്പ്രദായമാണ്. കൂടാതെ ബ്രസീൽ തുടങ്ങിയ ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ് നിലനിൽക്കുന്നത്. എവിടേക്കാണ്? അമേരിക്കയുണ്ട്, ബ്രസീൽ, പിന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ്. പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിന്റെ പ്രത്യേകതകൾ പഠിച്ചു വെക്കണം. രാഷ്ട്രത്തലവൻ തന്നെയാണ് യഥാർത്ഥ ഭരണാധികാരി. രാഷ്ട്രത്തലവൻ തന്നെയാണ് യഥാർത്ഥ ഭരണാധികാരി. പിന്നെ നിശ്ചിത കാലയളവിലേക്കാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. പ്രസിഡന്റ് നിയമനിർമ്മാണ സഭയിലെ അംഗമല്ല. പ്രസിഡന്റിന് നിയമനിർമ്മാണ സഭയുടെ ഉത്തരവാദിത്തം ഇല്ല. അധികാര വിഭജനമാണ് ഇതിന്റെ അടിസ്ഥാനം. മന്ത്രിമാര് പ്രസിഡന്റിന്റെ ഉദ്യോഗസ്ഥന്മാരാണ്. നിയമസഭ പിരിച്ചുവിടാൻ പ്രസിഡന്റിന് അധികാരമില്ല. പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? രാഷ്ട്രത്തലവൻ തന്നെയാണ് യഥാർത്ഥ ഭരണാധികാരി. നിശ്ചിത കാലയളവിലേക്കാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. പ്രസിഡന്റ് നിയമനിർമ്മാണ സഭയിൽ അംഗമല്ല. പ്രസിഡന്റിന് നിയമനിർമ്മാണ സഭയുടെ ഉത്തരവാദിത്തം ഇല്ല. അധികാര വിഭജനമാണ് ഇതിന്റെ അടിസ്ഥാനം. മന്ത്രിമാര് പ്രസിഡന്റിന്റെ ഉദ്യോഗസ്ഥന്മാരാണ്. നിയമനിർമ്മാണ സഭ പിരിച്ചുവിടാൻ പ്രസിഡന്റിന് അധികാരമില്ല. അടുത്ത പാർലമെന്ററി സമ്പ്രദായം. പാർലമെന്റ് വ്യവസ്ഥയിൽ സർക്കാരിന്റെ തലവൻ ആരാണ്? പ്രധാനമന്ത്രി ആയിരിക്കും. മിക്ക പാർലമെന്ററി വ്യവസ്ഥയിലും പ്രസിഡന്റ് അല്ലെങ്കിൽ രാജാവ് നാമമാത്രമായ രാഷ്ട്രത്തലവൻ ആയിരിക്കും. ഒരു പദവി ഔപചാരികത്വ പദവി മാത്രമായിരിക്കും. പ്രധാനമന്ത്രിയും ക്യാബിനറ്റുമാണ് യഥാർത്ഥ അധികാരം കൈകാര്യം ചെയ്യുന്നത്. പാർലമെന്ററി സമ്പ്രദായത്തിലെ യഥാർത്ഥ അധികാരം കൈകാര്യം ചെയ്യുന്നത് പ്രധാനമന്ത്രി മന്ത്രിസഭയുമാണ്. എക്സാമ്പിൾ ഇന്ത്യയുടെ കാര്യം ഓർത്താൽ മതി. ഇന്ത്യ, ജപ്പാൻ, ഇറ്റലി, UK, പോർച്ചുഗൽ ഇവിടൊക്കെ പാർലമെന്ററി സമ്പ്രദായമാണ്. പാർലമെന്ററി സമ്പ്രദായത്തിന്റെ പ്രത്യേകതകളും പഠിച്ചു വെക്കുക. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് കാര്യനിർവഹണ വിഭാഗവും നിയമനിർമ്മാണ വിഭാഗവും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. രാഷ്ട്രത്തലവൻ നാമമാത്ര ഭരണാധികാരിയായിരിക്കും. ക്യാബിനറ്റിന്റെ കൂട്ടുത്തരവാദിത്തം പിന്നെ പ്രധാനമന്ത്രിയായിരിക്കും യഥാർത്ഥ ഭരണത്തലവൻ. രണ്ടും പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യം പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ? റഷ്യ, ഫ്രാൻസ്, ശ്രീലങ്ക. റഷ്യ, ഫ്രാൻസ്, ശ്രീലങ്ക ഇവിടൊക്കെ നിലനിൽക്കുന്നത് അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ്. അതിൻ്റെ പ്രത്യേകതകൾ പഠിച്ചു വെക്കണം. പ്രസിഡന്റ് ആയിരിക്കും രാഷ്ട്രത്തലവൻ. പ്രധാനമന്ത്രി ഭരണത്തലവനായിരിക്കും. പ്രസിഡന്റിനെ പ്രധാനമന്ത്രിയെ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്നതിന് അധികാരമുണ്ട്. പ്രധാനമന്ത്രി മന്ത്രിസഭയ്ക്കും നിയമനിർമ്മാണ സഭയോടും വിധേയത്വം ഉണ്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ അധ്യക്ഷനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തെരഞ്ഞെടുക്കുന്നത്. 5 വർഷത്തേക്കാണ് വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. അതുപോലെ രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സമഗ്രത എന്ന വാക്ക് ചേർത്തിരിക്കുന്നത് ഏത് ഭരണഘടന ഭേദഗതി നിയമപ്രകാരമാണ്? 42 കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള അധികാര വിഭജനം ഏത് ഷെഡ്യൂളാണ്? 7-ാം ഷെഡ്യൂളാണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 124(2) അനുസരിച്ച് ഇന്ത്യൻ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 65 വയസ്സാണ്. ഇത് NCERT ടെക്സ്റ്റിലുള്ള ഫാക്റ്റാണ്. +1 പൊളിറ്റിക്കൽ സയൻസിലെ ചാപ്റ്ററാണ്. ഇതിൽ വൈസ് പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് പഠിച്ചു വെക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 63 പ്രകാരം ഇന്ത്യക്ക് ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടായിരിക്കും. പാർലമെന്റിന്റെ 2 സഭകളും ചേർന്ന ഇലക്ട്രൽ കോളേജാണ് നമ്മുടെ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. 5 വർഷ കാലയളവിലേക്കാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്. 5 വർഷ കാലയളവിലേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. രാജ്യസഭയിലെ മൊത്തം അംഗങ്ങളിൽ ഭൂരിപക്ഷത്തിന്റെ പിന്തുണയോടെ അംഗീകരിച്ച പ്രമേയം ലോകസഭ കൂടി അംഗീകരിച്ചാൽ മാത്രമേ വൈസ് പ്രസിഡന്റിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നീക്കം ചെയ്യുന്ന കാര്യം പഠിച്ചു വെക്കണം. രാജ്യസഭയിലെ മൊത്തം അംഗങ്ങളിൽ
ഭൂരിപക്ഷത്തിന്റെ പിന്തുണയോടെ അംഗീകരിക്കപ്പെടുന്ന പ്രമേയം ലോകസഭ കൂടി അംഗീകരിച്ചാൽ മാത്രമേ വൈസ് പ്രസിഡന്റിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. അതുപോലെ തന്നെ പഠിച്ചു വെക്കുക, വൈസ് പ്രസിഡന്റിനെ നീക്കം ചെയ്യാവുന്ന പ്രമേയ അവതരണത്തിന് 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയിരിക്കാം. 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയിരിക്കണം. ഇതൊക്കെ PSC സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. പ്രസിഡന്റിന്റെ ആർട്ടിക്കിൾ പഠിച്ചിരിക്കുക 63 പാർലമെന്റിന്റെ ഇരുസഭകളും ചേർന്ന ഇലക്ടറൽ കോളേജാണ് വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. 5 വർഷമാണ് കാലയളവ്. അതുപോലെ നീക്കം ചെയ്യുന്നത് രാജ്യസഭയിലെ മൊത്തം അംഗങ്ങളിൽ ഭൂരിപക്ഷത്തിന്റെ പിന്തുണയോടെ അംഗീകരിക്കപ്പെടുന്ന പ്രമേയം ലോകസഭ കൂടി അംഗീകരിച്ച് ആണ് വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത്. അതുപോലെ തന്നെ 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയിരിക്കണം. അടുത്ത വൈസ് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ട യോഗ്യത ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ പൗരനായിരിക്കണം. 35 വയസ്സ് പൂർത്തിയായിരിക്കണം. രാജ്യസഭയിൽ അംഗമാകുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. ഇന്ത്യയിലെ ഏതെങ്കിലും സർക്കാരിന്റെ കീഴിൽ പ്രതിഫലം പറ്റുന്ന ഉദ്യോഗസ്ഥനായിരിക്കാൻ പാടില്ല. ഇന്ത്യൻ പൗരനായിരിക്കണം. 35 വയസ്സ് പൂർത്തിയായിരിക്കണം. പിന്നെ വൈസ് പ്രസിഡന്റ് ചുമതല രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ് വൈസ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നു. മരണം, രാജി, ഇംപീച്ച്മെന്റ് എന്നീ കാരണത്താൽ പ്രസിഡന്റ് പദവിയിൽ ഒഴിവുണ്ടാകുമ്പോൾ പ്രസിഡന്റിന്റെ പദവി ചുമതല വഹിക്കുന്ന ആരാണ്? വൈസ് പ്രസിഡന്റ് ആണ്. 6 മാസത്തിനുള്ളിൽ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതുവരെ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരും. അസുഖത്താലോ മറ്റേതെങ്കിലും കാരണത്താലോ പ്രസിഡന്റ് അഭാവം ഉണ്ടാകുമ്പോൾ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്നതൊക്കെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ആണ്. അപ്പം വൈസ് പ്രസിഡന്റിനെ കുറിച്ച് ഇത്രയെങ്കിലും പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, കൂറുമാറ്റ നിരോധന നിയമവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. 52ാം ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം പരാമർശിക്കുന്ന 52ാമത്തെ ഭേദഗതിയാണ്. 91ാം ഭേദഗതി പ്രകാരം കൂറുമാറ്റ നിരോധന നിയമത്തെ ചില പരിഷ്കാരങ്ങൾ വരുത്തി. സഭാധ്യക്ഷനാണ് കൂറുമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിലെ തീർപ്പ് കൽപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഫ്രഞ്ച് ആണ്. സ്വാതന്ത്ര്യം, സമത്വവും സാഹോദര്യം ഇത് 3 കടമെടുത്തിരിക്കുന്നത് ഫ്രഞ്ചിൽ നിന്നാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് കടമെടുത്തിരിക്കുന്ന ആശയങ്ങൾ ഏതൊക്കെ രാജ്യത്തിൽ നിന്നാണെന്ന്. കാണാത്തവർ പ്രീവിയസ് വീഡിയോസ് കാണുക. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? നെഹ്റുവാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. മൻഡാമസ് എന്ന റിട്ടിന്റെ അർത്ഥം എന്താണ്? കൽപ്പനയാണ്. അടുത്ത മൗലിക ചുമതലയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? 51A ആണ്. 51A ആണ്. 300A എന്താണ്? സ്വത്തവകാശമാണ്. അടുത്തത്, കേന്ദ്ര എക്സിക്യൂട്ടീവിൽ പെടാത്തത് ആരാണ്? അറ്റോർണി ജനറലാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആദ്യത്തെ മലയാളി ആരാണ്? KG ബാലകൃഷ്ണനാണ്. അടുത്തത്, തുറമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് വരുന്നത്? യൂണിയൻ ലിസ്റ്റിലാണ് തുറമുഖം വരുന്നത്. സുപ്രീം കോടതിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? ഭരണഘടനയിൽ നിന്ന്. അടുത്ത ക്വസ്റ്റ്യൻ, എത്ര വയസ്സ് പൂർത്തിയായവർക്കാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുക? 30 വയസ്സാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിക്കപ്പെടുന്നത് എന്തിനെയാണ്? മൗലിക അവകാശങ്ങളിലാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത്. സാർവത്രിക പ്രായപൂർത്തി വോട്ട് അവകാശം പരാമർശിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ എത്രയാണ്? 326. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം പരാമർശിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? 326. അടുത്തത്, നഗരസഭ, ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം? 21 വയസ്സാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. അടുത്തത്, സ്വത്തവകാശം മൗലിക അവകാശത്തിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ്? 44ാം ഭേദഗതി വഴിയാണ്. ഭരണഘടനയിൽ യൂണിയൻ ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏതാണ് വരുന്നത്? കൃഷിയാണ്. അടുത്തത്, 42ാം ഭേദഗതിയിലൂടെ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ വിഷയം ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3.
ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, വനം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം. കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, വനം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം. പോലീസ് വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റാണ്. അടുത്ത താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ രാഷ്ട്രപതി പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉമാണ്. ഇന്ത്യൻ മുൻ ന്യായാധിപൻ രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കാറുണ്ട്. അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നമ്മുടെ രാഷ്ട്രപതിക്കാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. പിന്നെ ശരിയായിട്ട് വരുന്നത് ഏതാണ്? 4മത്തെ. ദ്രൗപദി മുർമു 2022 ജൂലൈ 25 അധികാരത്തിൽ വന്നത്. 2ഉമാണ് ശരിയായിട്ട് വരുന്നത്. ഇന്ത്യൻ പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട NCERT ടെക്സ്റ്റിലെ ഫാക്ട്സ് പഠിച്ചു വെക്കണം. ഭരണഘടനയുടെ 52ാം ആർട്ടിക്കിൾ 52 വഴി ഇന്ത്യൻ പ്രസിഡന്റിന്റെ പദവിയെക്കുറിച്ച് പറയും. ഇന്ത്യൻ പ്രസിഡന്റിന്റെ പദവിയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 52ആണ്. കേന്ദ്ര എക്സിക്യൂട്ടീവിന്റെ തലവനാണ് പ്രസിഡന്റ്. സൈനിക വിഭാഗങ്ങളുടെ പരമാധികാരം ആർക്കാണ്? നമ്മുടെ പ്രസിഡന്റിനാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ്, പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. പ്രസിഡന്റിനെ അദ്ദേഹത്തിന്റെ ചുമതലകളിൽ സഹായിക്കുന്നതിനും ഉപദേശിക്കുന്നതിനുമായിട്ട് പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കും. ഈ മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് മാത്രമാണ് പ്രസിഡന്റ് പ്രവർത്തിക്കേണ്ടത്. അതുപോലെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലൂടെയാണ് നമ്മുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പരോക്ഷ തിരഞ്ഞെടുപ്പിന് ഉദാഹരണമാണ്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയാണ് ഇലക്ട്രൽ കോളേജ്. ഇതിൽ പാർലമെന്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, ഇലക്ട്രൽ കോളേജിൽ വരുന്ന ഏതൊക്കെയാണ്? പാർലമെന്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, പിന്നെ സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, ഡൽഹിയിലെയും പോണ്ടിച്ചേരിയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾപ്പെടുന്നു. 5 വർഷ കാലാവധിയാണ് പ്രസിഡന്റിന്. പ്രസിഡന്റ് സ്ഥാനം ഒഴിവുണ്ടായാൽ 6 മാസത്തിനുള്ളിൽ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണം. പ്രസിഡന്റിന്റെ സ്ഥാനം ഒഴിവുണ്ടായാൽ 6 മാസത്തിനുള്ളിൽ പുതിയ പ്രസിഡന്റിനെ അപ്പോയിന്റ് ചെയ്യണം. അതുവരെ വൈസ് പ്രസിഡന്റ് ആണ് പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്നത്. പിന്നെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ട യോഗ്യത ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ പൗരൻ ആയിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം. അതുപോലെ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. ഇന്ത്യയിലെ ഏതെങ്കിലും സർക്കാരിന്റെ കീഴിൽ പ്രതിഫലം പറ്റുന്ന ഉദ്യോഗസ്ഥനാകാൻ പാടില്ല. പിന്നെ പ്രസിഡന്റിനെ നീക്കം ചെയ്യുന്ന ഇംപീച്ച്മെന്റ് വഴിയാണ്. പ്രസിഡന്റിനെ അദ്ദേഹത്തിന്റെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന പ്രക്രിയക്കാണ് നമ്മുടെ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. ഭരണഘടനാ ലംഘനത്തിന് മാത്രമാണ് പ്രസിഡന്റിനെ ഇംപീച്ച്മെന്റ് നടപടികളിലൂടെ നീക്കം ചെയ്യാൻ വ്യവസ്ഥയുള്ളൂ. ഭരണഘടനാ ലംഘനം ചെയ്താൽ മാത്രമേ അദ്ദേഹത്തെ ഇംപീച്ച്മെന്റ് നടപടിയിലേക്ക് കൂടി നീക്കം ചെയ്യാൻ നമുക്ക് പറ്റൂ. ഭരണഘടനാ ലംഘനം സംബന്ധിച്ച ആരോപണം പാർലമെന്റിലെ ഏതെങ്കിലും സഭയിൽ ഉന്നയിക്കാം. സഭയിലെ മൊത്തം അംഗങ്ങളിലെ 1/4 1/4 അംഗങ്ങൾ ഒപ്പിട്ട പ്രമേയം 14 ദിവസത്തെ നോട്ടീസിലൂടെ നമ്മുടെ സഭയിൽ സമർപ്പിക്കണം. ഈ പ്രമേയം സഭയുടെ മൊത്തം അംഗങ്ങളിലെ 3/2 2/3 ഭൂരിപക്ഷത്തോടെ പാസ്സാക്കിയിരിക്കണം. പാർലമെന്റിലെ ഏതെങ്കിലും സഭയിൽ പ്രസിഡന്റിനെതിരെയുള്ള കുറ്റാരോപണം അംഗീകരിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഇതര സഭ അന്വേഷണം നടത്തണം. അന്വേഷണത്തിന്റെ അവസാനത്തിൽ അന്വേഷണം നടത്തിയ സഭ ആകെ സംഖ്യയുടെ 3/2 ഭൂരിപക്ഷത്തോടെ ആരോപണം ശരിവെക്കുകയാണെങ്കിൽ പ്രസിഡന്റ് കുറ്റം ചെയ്തതായിട്ട് കണക്കാക്കി അദ്ദേഹത്തെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാം. 2/3 ഭൂരിപക്ഷം വേണം. അടുത്ത പ്രസിഡന്റിന്റെ അധികാരം എന്തൊക്കെയാണ്? മന്ത്രിസഭ നൽകിയ ഉപദേശം തിരിച്ചയക്കാനും അതുപോലെ പുനഃപരിശോധിക്കാനും മന്ത്രിസഭയോട് ആവശ്യപ്പെടാൻ പ്രസിഡന്റിന് കഴിയും. പിന്നെ ധനബില്ല് ഒഴികെയുള്ള ബില്ലുകൾ പ്രസിഡന്റിന് അംഗീകാരം നൽകാതെ പുനഃപരിശോധനയ്ക്കായിട്ട് തിരിച്ചയക്കുകയോ ഒപ്പുവെക്കാതെ കൈവശം വയ്ക്കുകയോ ചെയ്യാം. അതിന് പറയുന്നതാണ് പോക്കറ്റ് വീറ്റോ. ധനബില്ല് ഒഴികെയുള്ള ബില്ല് പ്രസിഡന്റിന് അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അംഗീകാരം നൽകാതെ പുനഃപരിശോധനയ്ക്കായിട്ട് തിരിച്ചയക്കുകയോ ഒപ്പുവെക്കാതെ കൈവശം വയ്ക്കുകയോ അദ്ദേഹത്തിന് ചെയ്യാം. സാധാരണഗതിയിൽ ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള കക്ഷിയുടെ തലവനെയാണ് പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കുന്നത്. എന്നാൽ ലോകസഭയിൽ ഒരു കക്ഷിക്കും ഭൂരിപക്ഷമില്ലാതാവുകയും 2-3 നേതാക്കൾ ഗവൺമെന്റ് ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്താൽ പ്രസിഡന്റിന് സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് ഇഷ്ടമുള്ള ആളെ പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കാൻ അദ്ദേഹത്തിന് പറ്റും. ഇതൊക്കെയാണ് പ്രസിഡന്റിന്റെ വിവേചനാധികാരത്തിൽ വരുന്ന എല്ലാ ഇമ്പോർട്ടൻ്റ് ആണ്. PSC സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി ഏതാണ്?
ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 4 ശരിയാണ്. മൗലിക അവകാശങ്ങൾക്ക് വിരുദ്ധമായിട്ട് നിർമ്മിക്കുന്ന നിയമങ്ങൾ അസാധുവാക്കാനുള്ള വകുപ്പ് വകുപ്പ് 13 മൗലിക അവകാശങ്ങൾക്ക് വിരുദ്ധമായി നിർമ്മിക്കുന്ന നിയമങ്ങൾ അസാധുവാക്കാനുള്ള വകുപ്പ് 13 സ്ഥാനപ്പേരുകൾ ഒഴിവാക്കുന്ന വകുപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 18 സ്ഥാനപ്പേര് ഒഴിവാക്കുന്ന വകുപ്പ് 18. പിന്നെ അതുപോലെ തന്നെ മതസ്ഥാപനങ്ങൾ വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കുന്ന വകുപ്പ് 27 വകുപ്പ് 27. ബാലവേല ഏതാണ്? ആർട്ടിക്കിൾ 24 ബാലവേല, 23 ബാലവേല ആർട്ടിക്കിൾ 24. അടുത്തത് ഭരണഘടനയുടെ ആമുഖമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ആൻസർ ഓപ്ഷൻ സി ആണ്. 4 മാത്രമാണ്. ആമുഖത്തിൽ ഗാന്ധിജിയുടെ പേര് പരാമർശിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. തെറ്റാണത്. ബാക്കിയെല്ലാം ശരിയാണ്. ആമുഖത്തിന്റെ അടിസ്ഥാനം ലക്ഷ്യപ്രമേയമാണ്. ബേരുബാറി കേസ് ആമുഖമായിട്ട് ബന്ധപ്പെട്ട കേസാണ് ബേരുബാമി കേസ്. പിന്നെ ആമുഖം നമ്മുടെ ഭരണഘടനയുടെ ഭാഗമാണ്. ഇതൊക്കെ ശരിയാണ്. അടുത്തത് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധമില്ലാത്ത കമ്മിറ്റി ഷാ കമ്മീഷനാണ്. അടുത്തത് ഇന്ത്യൻ പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1 മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. പൗരത്വ നിയമനിർമ്മാണം പാർലമെന്റിന്റെ അധികാരത്തിൽ വരുന്നതാണ്. പൗരത്വമായിട്ട് ബന്ധപ്പെട്ട് NCERT ടെക്സ്റ്റിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്. ഭാഗം വരുന്നത് 2 പൗരത്വത്തിന്റെ ഭാഗം വരുന്നത് 2 അതുപോലെ ആർട്ടിക്കിൾ 5 11 5 to 11 പഠിച്ചത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഭാഗം 2 ആർട്ടിക്കിൾ 5 തൊട്ട് 11 വരെയാണ്. 1955 ഇന്ത്യൻ പാർലമെന്റ് സിറ്റിസൺഷിപ്പ് ആക്ട് പാസ്സാക്കി 1955 പിന്നെ ഇനി പഠിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഏക പൗരത്വമാണ്. അംഗീകരിച്ചിട്ടുള്ളത്. അതുപോലെ ഇന്ത്യൻ പൗരത്വം ആർജിക്കുന്നതിനുള്ള മാർഗം 5 രീതിയിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. PSC ചോദിക്കുന്നതാണ്. ആദ്യത്തേത് ജന്മസിദ്ധമായ പൗരത്വം, ജന്മനാ ലഭിക്കുന്നത്. പിന്നെ പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, ചിരകാലാധിവാസം മുഖേനയുള്ള പൗരത്വം, പിന്നെ പ്രദേശ സംയോജനം മൂലമുള്ള പൗരത്വം. എങ്ങനെയൊക്കെയാണ്? 5 രീതിയിലാണ്. ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, ചിരകാലാധിവാസം മുഖേനയുള്ള പൗരത്വം, പിന്നെ പ്രദേശ സംയോജനം മൂലമുള്ള പൗരത്വം. പിന്നെ പഠിച്ചു വെക്കുന്നത് ഇന്ത്യൻ പൗരന് തന്റെ പൗരത്വം നഷ്ടപ്പെടുന്ന പ്രധാനമായിട്ടും 3 സാഹചര്യങ്ങളാണ്. എങ്ങനെയൊക്കെയാണ്? കേസ് ചോദിക്കാറുള്ളതാണ്. സ്വയം വേണ്ടെന്ന് വെക്കുക, ഒന്നുകിൽ സ്വയം വേണ്ടെന്ന് വെക്കുക, പിന്നെ പൗരത്വം നിർത്തുക ടെർമിനേഷൻ, പിന്നെ മറ്റു രാജ്യത്തെ പൗരത്വം സ്വീകരിക്കുക വഴി നഷ്ടപ്പെടും. എങ്ങനെയൊക്കെയാണ്? സ്വയം വേണ്ടെന്ന് വെക്കുക, പിന്നെ പൗരത്വം നിർത്തലാക്കല്, മറ്റൊരു രാജ്യത്തെ പൗരത്വം സ്വീകരിക്കുക. അടുത്തത് 1946 ഭരണഘടനാ അസംബ്ലിയുടെ ആകെ ജനസംഖ്യ എത്രയായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്. 389. മൗലിക അവകാശങ്ങളിലെ നിർദ്ദേശക തത്വങ്ങളിലെ കേസുകളിലെ ശരിയായ കാലക്രമം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആദ്യം വരുന്നത് ചമ്പകം ദൊരൈരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്, അതിനുശേഷം വരുന്ന ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, പിന്നെ വരുന്നതാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സംസ്ഥാനം. ഏറ്റവും ലാസ്റ്റ് വരുന്ന മിനർവ മിൽസ് ലിമിറ്റഡ് വേഴ്സസ് ഇന്ത്യ ഗവൺമെന്റ്. അടുത്തത് പഞ്ചായത്ത് രാജിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ശരിയായിട്ട് വരുന്നത് പഞ്ചായത്ത് രാജ് സമ്പ്രദായ പ്രകാരം 1/3 സീറ്റുകൾ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട്. ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാനാണ്. ബാഹ്യ ആക്രമണങ്ങളിൽ നിന്നും ആഭ്യന്തര അസ്വസ്ഥതകളിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളെയും സംരക്ഷിക്കുക എന്നത് യൂണിയന്റെ കടമയാണ്. ഇത് ഏത് ആർട്ടിക്കിളാണ് വരുന്നത്? ആർട്ടിക്കിൾ 355. ആർട്ടിക്കിൾ 355 വരുന്നത്. അടുത്തത് ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭേദഗതി ഏതാണ്? 42. പഞ്ചായത്ത് രാജിന് ഭരണഘടന അംഗീകാരം നൽകാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? PK തുണ്ടൻ കമ്മിറ്റിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2. ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരം സ്ഥാപിക്കപ്പെട്ടു. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് നെഹ്റുവാണ്. അടുത്തത് സെൻസസ്. കനീഷുമാര് ഏതിലാണ് ഉൾപ്പെടുന്നത്?
യൂണിയൻ ലിസ്റ്റിലാണ്. യൂണിയൻ ലിസ്റ്റിലാണ് ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായിട്ട് എഴുതപ്പെട്ടത് എവിടെയാണ്? മാഗ്ന കാർട്ട. അടുത്തത് കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? 22. അടുത്തത് മൗലിക കർത്തവ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിലെ ഭാഗം എത്താണ്? 4A ആണ്. 51A ആർട്ടിക്കിൾ വരുന്നത്. 86 ഭേദഗതി മൗലിക കർത്തവ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. 11 മൗലിക കർത്തവ്യങ്ങളുണ്ട്. 11 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത്. അടുത്തത് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ്. നിർദ്ദേശക തത്വം നമ്മൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. അതുപോലെ നിയമവാഴ്ച എവിടെ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്? ബ്രിട്ടനിൽ നിന്നാണ്. അതുപോലെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം അത് ഫ്രഞ്ചാണ്, അമേരിക്കയല്ല. നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. അതുപോലെ നിയമവാഴ്ച ബ്രിട്ടനിൽ നിന്നാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം അത് ഫ്രഞ്ചാണ്. അടുത്ത് ഒരു പൊതു അധികാരി അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്തം നിർവഹിക്കാത്തത് മൂലം മറ്റൊരാൾക്ക് പരിക്കേൽപ്പിക്കപ്പെടുന്നതിനെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? മാൻഡമസ് ആണ്. ഒരു പൊതു അധികാരി അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ ഉത്തരവാദിത്തം നിർവഹിക്കാത്തത് മൂലം മറ്റൊരാൾക്ക് പരിക്കേൽപ്പിക്കപ്പെടുന്നതിന് എതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 12 പ്രകാരം സ്റ്റേറ്റ് എന്ന പദത്തിന്റെ അർത്ഥത്തിൽ താഴെ പറയുന്നതിൽ ഏതാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 3, 5. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 12 പ്രകാരം സ്റ്റേറ്റ് എന്ന പദത്തിന്റെ അർത്ഥത്തിൽ വരുന്നത് ഇന്ത്യൻ സർക്കാരും പാർലമെന്റും സംസ്ഥാന സർക്കാരും നിയമസഭയും പിന്നെ ഇന്ത്യൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ പ്രാദേശിക അധികാരികളും പൊതു കോർപ്പറേഷൻ ഉൾപ്പെടെ എല്ലാ പൊതു അധികാരികളും പിന്നെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇവരൊക്കെയാണ് വരുന്നത്. അടുത്ത 2016 ഭരണഘടനയുടെ 101 ഭരണഘടന ഭേദഗതി നിയമം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ചരക്കു സേവന നികുതി ബില്ലാണ് 101. അടുത്തത് ഇന്ത്യയിലെ നിയുക്ത ശ്രേഷ്ഠ ഭാഷകളുടെ ശരിയായ ലിസ്റ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. തമിഴ്, സംസ്കൃതം, തെലുങ്ക്, കന്നഡ, മലയാളം, ഒറിയ. അടുത്തത് മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് എങ്ങനെ സംഗ്രഹിക്കാം? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 3. പാർലമെന്റിൽ സമർപ്പിക്കേണ്ട നയത്തിന്റെ അന്തിമ നിർണയം പിന്നെ പാർലമെന്റ് നിർദ്ദേശിച്ച നയത്തിന് അനുസൃതമായിട്ട് ദേശീയ എക്സിക്യൂട്ടീവിന്റെ പരമോന്നത നിയന്ത്രണം പിന്നെ ഏതാണ് വരുന്നത്? നിരവധി വകുപ്പുകളിലെ താൽപ്പര്യങ്ങളുടെ തുടർച്ചയായ ഏകോപനവും പരിമിതികളും മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങളൊക്കെ. അടുത്തത് താഴെ പറയുന്നതിൽ ഏതാണ് 42 ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത്? സോഷ്യലിസ്റ്റ് ആണ്. താഴെ പറയുന്നതിൽ ആരാണ് ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗം അല്ലാത്തത്? നെഹ്റു ആണ്. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 368. ഭരണഘടനാ ഭേദഗതിയുടെ ആർട്ടിക്കിൾ ഏതാണ്? 368 ഇത് എങ്ങനെയാണ് ഭേദഗതി ചെയ്യുന്ന രീതി? പ്രത്യേക ഭൂരിപക്ഷത്തോടെയാണ്. അടുത്ത ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ആൻസർ ഓപ്ഷൻ എ ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് പ്രത്യേക ഉറപ്പില്ല. അടുത്ത ക്വസ്റ്റ്യൻ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ ഉത്തരം. ആൻസർ ഓപ്ഷൻ സി ആണ്. ത്രിതല സംവിധാനം, ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അടുത്ത ഭാഷ ന്യൂനപക്ഷങ്ങൾക്കുള്ള പ്രത്യേക ഓഫീസർ. ഇതിന് ശരിയായിട്ട് ഉത്തരം വരുന്ന ഏതാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ 1956 ശുപാർശ ചെയ്തതാണ് ഭാഷ ന്യൂനപക്ഷങ്ങൾക്കുള്ള പ്രത്യേക ഓഫീസർ. അടുത്തത് സംസ്ഥാന നയത്തിന്റെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് DPSP. അതുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ട് വരുന്ന ആൻസർ ഓപ്ഷൻ ബി ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഗാന്ധിയൻ തത്വങ്ങളുടെ പ്രതിഫലനമാണ് പിന്നെ സർക്കാരിന്റെ പ്രകടനം അളക്കാനുള്ള അളവുകോലാണ്. നമ്മൾ DPSP കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. കൺഗ്ര ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ വിശദീകരണം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. കൺഗ്ര ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ട് വരുന്നത് ഭരണഘടനയുടെ 7ാം ഷെഡ്യൂൾ. കൺഗ്ര ലിസ്റ്റ്
7ാം ഷെഡ്യൂളിലാണ് ലിസ്റ്റ് വരുന്നത്. പിന്നെ ഈ വിതരണ പദ്ധതി 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പിന്നെ എൻട്രി 28 ജനസംഖ്യാ നിയന്ത്രണം കുടുംബാസൂത്രണം 1976 കോൺഗ്രസ് ലിസ്റ്റിൽ പുതുതായിട്ട് ഉൾപ്പെടുത്തിയ വിഷയമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അപ്പീലിന് പ്രത്യേക അനുമതി നൽകാനുള്ള സുപ്രീം കോടതിയുടെ അധികാരം താഴെ പറയുന്നതിൽ ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 136. അപ്പീലിന് പ്രത്യേക അനുമതി നൽകാനുള്ള സുപ്രീം കോടതിയുടെ അധികാരം ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 136. അടുത്തത്, റീപ്രഗ്നൻസി എന്ന സിദ്ധാന്തം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സംസ്ഥാന നിയമവും കേന്ദ്ര നിയമവും തമ്മിലുള്ള പൊരുത്തക്കേടുമായിട്ട് ബന്ധപ്പെട്ടാണ് റീപ്രഗ്നൻസി. താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. എയും ഡിയുമാണ് ശരിയായിട്ട് വരുന്നത്. നിയമനിർമ്മാണത്തിന്റെ ഉദ്ദേശത്തിനായിട്ട് ഒരൊറ്റ വ്യക്തിയെ നമുക്കൊരു ക്ലാസ്സായിട്ട് കാണാം. അതുപോലെ 42ാം ഭേദഗതിയിലൂടെ തുല്യനീതിയും സൗജന്യ നിയമസഹായവും നമ്മുടെ ഭരണഘടനയുടെ 4ാം ഭാഗത്ത് ഉൾപ്പെടുത്തി. എന്തൊക്കെയാണ് ശരിയായിട്ട് വരുന്നത്? നിയമനിർമ്മാണത്തിന്റെ ഉദ്ദേശത്തിനായി ഒരൊറ്റ വ്യക്തി ഒരു ക്ലാസ്സായിട്ട് കണക്കാക്കാം. അതുപോലെ 42ാം ഭേദഗതിയിലൂടെ തുല്യനീതിയും സൗജന്യ നിയമസഹായവും ഭരണഘടനയുടെ 4ാം ഭാഗത്ത് ഉൾപ്പെടുത്തി. ഇത് രണ്ടുമാണ് ശരിയായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ എ മുതൽ ഡി വരെയുള്ള പ്രസ്താവനകൾ അതിൽ നിന്നും ശരിയായിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണ്? ബി ആണ്. ഓപ്ഷൻ ബി ആണ്. സി, ബി, ഡി ഇത് മൂന്നുമാണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് 101ാം ഭരണഘടനാ ഭേദഗതി അതിൻ്റെ ആർട്ടിക്കിൾ 246A ആണ്. പിന്നെ തദ്ദേശ സ്വയംഭരണത്തിന് വരുന്നത് 73ാം ഭരണഘടനാ ഭേദഗതിയാണ്. പിന്നെ ശരിയായിട്ട് വരുന്ന നമ്മുടെ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിലാണ് ഭാഷകളെക്കുറിച്ച്. കൂറുമാറ്റ നിരോധനം വരുന്ന ഏത് ഭേദഗതിയാണ്? 52ആണ്. 53 അല്ല, 52ആണ്. അടുത്ത്, നിയമവിരുദ്ധ തടങ്കലിൽ നിന്ന് ഒരു പൗരനെ സംരക്ഷിക്കാൻ ലഭ്യമായ ഭരണഘടനാപരമായ പ്രതിവിധി എന്താണ്? ഹെബിയസ് കോർപ്പസ് ആണ്. നിയമവിരുദ്ധ തടങ്കലിൽ നിന്നൊരു പൗരനെ സംരക്ഷിക്കാനുള്ള വൃത്താണ് ഹെബിയസ് കോർപ്പസ്. താഴെ പറയുന്നവയിൽ ഏതൊക്കെ നിർദ്ദേശക തത്വങ്ങളെയാണ് സ്വഭാവത്തിൽ സോഷ്യലിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുക? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം മാത്രമാണ്. തുല്യ ജോലിക്ക് തുല്യ വേതനം, പിന്നെ മതിയായ എല്ലാ ഉപജീവന മാർഗങ്ങളും ലഭ്യമാക്കുക. അടുത്ത, സഹകരണ സംഘടനകളുടെ സ്വമേധയാ രൂപീകരണം, സ്വയംഭരണ പ്രവർത്തനം, ജനാധിപത്യ നിയന്ത്രണം, പ്രൊഫഷണൽ മാനേജ്മെന്റ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് പാർലമെന്റ് പാസാക്കിയ ഭരണഘടനാ ഭേദഗതി നിയമം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 97ാം ഭേദഗതി നിയമം 2011. 97ാം ഭേദഗതിയാണ് 2011. അടുത്തത്, ഇന്ത്യയുടെ 122ാം ഭരണഘടനാ ഭേദഗതി ബില്ല് 122 താഴെ പറയുന്നവയിൽ ഏതിന്റെ അവതരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? GSTയുടെയാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏത് അവകാശം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതും ഇന്ത്യയുടെ പ്രദേശത്തുള്ള വിദേശികൾക്ക് അവകാശപ്പെടാൻ കഴിയാത്തതുമാണ്? ഏതാണ്? സി ആണ്. 1ഉം 3ഉമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യവും അഭിപ്രായ പ്രകടനം, പിന്നെ ആയുധങ്ങളില്ലാതെ സമാധാനപരമായി ഒത്തുകൂടാനുള്ള സ്വാതന്ത്ര്യം. ഇതൊന്നും വിദേശികൾക്ക് അവകാശം ഇല്ല. വിദേശികൾക്കും കൂടെ വരുന്ന ഏതാണ്? നിയമത്തിന് മുന്നിലുള്ള സമത്വവും സംരക്ഷണമാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏതാണ് മിനി ഭരണഘടനയുടെ ഭാഗം അല്ലാത്തത്? ഓപ്ഷൻ ബി ആണ്. ഏതൊക്കെയാണ് മിനി ഭരണഘടന ഭാഗത്തിൽ വരുന്നത്? മൗലിക അവകാശങ്ങളെക്കാൾ മാർഗനിർദ്ദേശക തത്വങ്ങൾക്ക് മുൻഗണന നൽകി, ഹൈക്കോടതിയുടെ ജുഡീഷ്യൽ റിവ്യൂ അധികാരം വെട്ടിക്കുറച്ചു, അതുപോലെ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. മിനി ഭരണഘടനയുടെ ഭാഗത്തിൽ വരുന്നതാണ് ഇതൊക്കെ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് ഗ്രാമസഭയുടെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും വ്യക്തമാക്കുന്നത്? ഗ്രാമസഭയുടെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും ആർട്ടിക്കിൾ എത്രയാണ്? 243A ആണ്. 243A ആണ് ഗ്രാമസഭയുടെ അധികാരവും പ്രവർത്തനം വേണം. 243A. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ആരാണ്? ഇന്ത്യക്ക് ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ആരാണ്? MN റോയാണ്. MN
റോയാണ്. ഇന്ത്യൻ ഭരണഘടന കൈകൊണ്ട് എഴുതിയ കാലിഗ്രാഫർ ആരാണ്? ഇന്ത്യൻ ഭരണഘടന കൈകൊണ്ട് എഴുതിയ കാലിഗ്രാഫർ ആരാണ്? പ്രേം ബിഹാരി നരേൻ റൈസാദയാണ് ഇന്ത്യൻ ഭരണഘടന കൈകൊണ്ട് എഴുതിയ കാലിഗ്രാഫർ. പ്രേം ബിഹാരി നരേൻ റൈസാദ. അടുത്ത് ഡാഷിന്റെ സഹായത്തിനും മാർഗനിർദ്ദേശത്തിനും അനുസരിച്ചാണ് ഇന്ത്യൻ രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത്. പ്രധാനമന്ത്രി ഉള്ള മന്ത്രിസഭ. മന്ത്രിസഭയുടെ തീരുമാനങ്ങൾക്കനുസരിച്ചാണ് പ്രസിഡന്റ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ? മൗലിക അവകാശം വരുന്ന ഭാഗം 3-ലാണ്. മൗലിക അവകാശം വരുന്ന ഭാഗം 3-ലാണ്. ഏത് ഭരണഘടന ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ കീഴിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. 86 ഭരണഘടനാ ഭേദഗതി നിയമം, വർഷം 2002. വിദ്യാഭ്യാസത്തിന് വരുന്നതാണ് 86 ഭരണഘടനാ ഭേദഗതി 2002. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15. ഏതൊക്കെ വിവേചനം പാടില്ല അതിനെതിരെ നിരോധിക്കുന്ന ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 15 വരുന്ന ഏതൊക്കെയാണ്? എ ആണ്. മതം, വംശം, ജാതി, ലിംഗം, ജന്മസ്ഥലം ഇവയുടെ പേരിൽ ആരോടും വിവേചനം പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 15 23, 73, 74 ഭരണഘടനാ ഭേദഗതികൾ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? പഞ്ചായത്തും മുനിസിപ്പാലിറ്റികളും. 73 പഞ്ചായത്താണ്, അതുപോലെ 74 മുനിസിപ്പാലിറ്റിയാണ്. പൊതു താൽപര്യ ഹർജികൾ ഡാഷിൽ നമുക്ക് ഫയൽ ചെയ്യാം. പൊതു താൽപര്യ ഹർജികൾ നമ്മൾ ഫയൽ ചെയ്യുന്നത് എവിടെയാണ്? 2 പറ്റും. സുപ്രീം കോടതിയിലും പറ്റും, ഹൈക്കോടതിയിലും നമുക്ക് ഫയൽ ചെയ്യാം. പൊതു താൽപര്യ ഹർജികൾ നമുക്ക് സുപ്രീം കോടതിയും ഹൈക്കോടതിയിലും ഫയൽ ചെയ്യാം. അടുത്ത് ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂളിലെ യൂണിയൻ പട്ടികയിൽ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? ആയുധം, തോക്ക്, വെടിമരുന്ന്, സ്ഫോടക വസ്തുക്കൾ. അടുത്ത ഇന്ത്യൻ ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിന്റെ കീഴിൽ എത്ര ഔദ്യോഗിക ഭാഷകൾ അംഗീകരിച്ചിട്ടുണ്ട്? 22. അടുത്തത് താഴെ പറയുന്നവയിൽ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് GSTയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? 101. സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിൽ ചേർത്തത് ഏത് ഭേദഗതി വഴിയാണ്? 42-ാം ഭേദഗതി വഴിയാണ്. അടുത്ത രാഷ്ട്രപതിക്ക് ഒരു ഓർഡിനൻസ് പ്രഖ്യാപിക്കാം. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 സഭകളും സെഷനിൽ ഇല്ലാത്തപ്പോൾ, പിന്നെ ഒരു സഭ മാത്രം സെഷനിൽ ആയിരിക്കുമ്പോൾ. രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് പ്രഖ്യാപിക്കുന്ന എപ്പോഴാണ്? 2 സഭകളിൽ സെഷനില്ലാത്തപ്പോൾ, അതുപോലെ ഒരു സഭ മാത്രം സെഷനിൽ ആയിരിക്കുമ്പോൾ. അടുത്ത ഇന്ത്യൻ ഭരണഘടനയുടെ 103-ാം ഭരണഘടനാ ഭേദഗതി പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. കേന്ദ്ര സർക്കാർ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും, അതായത് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒഴികെയുള്ള എല്ലാ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കേന്ദ്ര സർക്കാർ ജോലികളിൽ പ്രവേശനത്തിന് സമൂഹത്തിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിന് 10% സംവരണം ഏർപ്പെടുത്തിയത് ഏത് ഭരണഘടനാ ഭേദഗതിയാണ്? 103-ാം ഭരണഘടനാ ഭേദഗതിയാണ്. അടുത്ത ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1A അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും പ്രകടിപ്പിക്കാനും ഉള്ള മൗലിക അവകാശങ്ങൾ ഉറപ്പാക്കുന്നത് നമുക്ക് ഡാഷ് എന്നതിൻ്റെ അർത്ഥത്തിൽ പരിമിതപ്പെടുത്താവുന്നതാണ്. മുകളിൽ പറഞ്ഞ എല്ലാം വരുന്നുണ്ട്. അപകീർത്തിപ്പെടുത്തൽ, മാന്യതയും ധാർമ്മികതയും, കോടതി ലക്ഷ്യം, ഒരു കുറ്റത്തിനുള്ള പ്രേരണ എല്ലാം വരുന്നുണ്ട്. അടുത്ത് ഒരു വ്യക്തിക്ക് അവൻ അല്ലെങ്കിൽ അവൾ ഒരു പൊതു ഓഫീസ് കൈവശം വെച്ചിരിക്കുന്നതോ വഹിക്കുന്നതോ എന്ത് അധികാരത്തിലാണെന്ന് കാണിക്കാൻ ആവശ്യപ്പെടുന്ന റിട്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. വാറന്റാണ്. എന്ത് അധികാരം എന്നാണ് ഇതിൻ്റെ അർത്ഥമാണ്. ഒരു വ്യക്തിക്ക് അവൻ അല്ലെങ്കിൽ അവൾ ഒരു പൊതു ഓഫീസ് കൈവശം വെച്ചിരിക്കുന്നതോ വഹിക്കുന്നതോ എന്ത് അധികാരത്തിലാണെന്ന് കാണിക്കാൻ ആവശ്യപ്പെടുന്ന റിട്ട് ഏതാണ്? വാറന്റോ റിട്ടാണ്. അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലെ കുറിച്ച് ശരിയായിട്ട് വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉമാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയാൽ നിയമിക്കപ്പെട്ടു. അപ്പോയിന്റ് ചെയ്യുന്നവരാണ് രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതി ജഡ്ജി എന്ന നിലയിൽ സമാനമായ രീതിയിലും സമാനമായ കാരണങ്ങളാണ് മാത്രമേ നീക്കം ചെയ്യപ്പെടുത്തുള്ളൂ. രാഷ്ട്രപതിയാണ് അപ്പോയിന്റ് ചെയ്യുന്നത് CAG. അതുപോലെ സുപ്രീം കോടതി ജഡ്ജി എന്ന നിലയിൽ സമാനമായ രീതിയിലും സമാന കാരണങ്ങളായി മാത്രമേ നീക്കം ചെയ്യപ്പെടുത്തുള്ളൂ. അടുത്ത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ എത്ര മൗലിക കർത്തവ്യങ്ങളുണ്ട്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 11 മൗലിക കർത്തവ്യങ്ങളുണ്ട്. പഠിച്ചു വെക്കുക.
എത്ര മൗലിക കർത്തവ്യങ്ങളാണ്? 11. അടുത്ത തുല്യനീതിയും സൗജന്യ നിയമസഭയോ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. സംസ്ഥാന നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചുള്ള അധ്യായത്തിന് കീഴിൽ അംഗീകരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? തുല്യനീതിയും സൗജന്യ നിയമസഹായവും സംസ്ഥാന നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചുള്ള അധ്യായത്തിന്റെ കീഴിലാണ് അംഗീകരിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗമല്ലായിരുന്ന വനിത. ഇതിലാരാണ് അംഗമല്ലാതിരുന്ന? മീരാബായി ആണ്.